നമസ്കാരം. ഇന്നലെ വൈകിട്ട് എനിക്ക് കിട്ടിയ ഒരു മെസ്സേജ്, അതിൽ ശ്രീമാൻ അഡ്വക്കേറ്റ് ജയശങ്കർ അവർകൾ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, സത്യസന്ധമായും ഗുജറാത്ത് ഗോദ്ര അവിടെ ആ തീവണ്ടി അഗ്നിക്കിരയാക്കിയത് മുസ്ലിങ്ങൾ തന്നെയാണ്. കലാപമുണ്ടാക്കുന്ന ആളുകളുടെ ലക്ഷ്യം വാസ്തവത്തിൽ അന്നവിടെ ഗുജറാത്തിൽ ഭരിച്ചിരുന്ന അവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ നരേന്ദ്രമോദിയെ താഴെ ഇറക്കുക എന്നുള്ളതായിരുന്നു. അവിടെ നടന്ന കലാപം അത് മുസ്ലിങ്ങൾക്ക് മാത്രം എതിരല്ല, മുസ്ലിങ്ങളെ മുൻനിർത്തിക്കൊണ്ട് കലാപമുണ്ടാക്കി മോഡിയെ താഴെ ഇറക്കാനാണ് ശ്രമിച്ചത്. മോഡി അന്ന് ചെയ്ത് വാസ്തവത്തിൽ കലാപം തടയാനുള്ള പ്രവൃത്തികളാണ്. അതിന് കാരണമുണ്ട്. അദ്ദേഹം വന്നവിടെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന ആളാണ്. കലാപം പടർന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കസാര പോകുമെന്ന് അദ്ദേഹത്തിന് നന്നായിട്ടറിയാം. ഇത്രയുമാണ് ശ്രീമാൻ അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെ കൽപ്പന അഥവാ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന. ഈ പ്രസ്താവനയെ ചുറ്റിപ്പറ്റി വലിയ കലാപമാണ്. കലാപമെന്നാൽ നമ്മളുടെ സൈബർ കലാപം ആണിപ്പോൾ ഇവിടെ കേരളത്തിൽ നടന്നു വരുന്നത്. അത് മുഴുവൻ തന്നെ തീവ്രവാദി സ്വരൂപങ്ങൾ ആയിട്ടുള്ള മുസ്ലിം പിള്ളേരാണ്. ഒന്നല്ല രണ്ടല്ല, ആയിരക്കണക്കിന്. ഇന്ന് കിടക്കാൻ പോയ സമയത്താണ് ഈ മെസ്സേജ് ഞാൻ ഈ വീഡിയോ കണ്ടത്. വക്കീൽ ജയശങ്കർ അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് മുമ്പ് പറഞ്ഞ പോലെ. അദ്ദേഹത്തിൻ്റെ ഒരഭിപ്രായമാണ് പറഞ്ഞത്. അതിനെതിരെ അഭിപ്രായം ഉണ്ടായിരിക്കാം. അത് നമുക്ക് പറയാം, മിസ്റ്റർ ശങ്കരൻ വക്കീൽ, നിങ്ങൾ പറയുന്നത് മണ്ടത്തരാണ് കേട്ടോ, നിങ്ങൾ പറയുന്നത് ശരിയല്ല കേട്ടോ എന്ന് പറയാം. പക്ഷേ ഇവിടെ അതല്ല കണ്ടത്. ആ അഭിപ്രായത്തെ തിരുത്തി പറയാനോ ആ അഭിപ്രായത്തിനെതിരായിട്ട് തൻ്റേതായിട്ടുള്ള അഭിപ്രായം പറയാനോ ഉള്ള അവകാശം ഏറ്റെടുത്തുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങളല്ല തിരിച്ചുണ്ടായത്, കമൻ്റായിട്ടും അല്ലാതെയും. അദ്ദേഹം ഒരിക്കൽ എന്നെക്കുറിച്ച് വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ഗായിക ചിത്ര അയോധ്യ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന വേളയിൽ പറഞ്ഞൊരു കാര്യത്തെ ഞാൻ നിശ്ചിതമായിട്ട് വിമർശിക്കുകയുണ്ടായിട്ടുണ്ട്. അന്നാണ് അദ്ദേഹം വളരെ ചുരുങ്ങിയ വാചകങ്ങളിൽ എന്നെ വിമർശിച്ചത്. അദ്ദേഹം എന്നെ വിമർശിക്കുന്ന വീഡിയോയുടെ അടിയിലെ കമൻറ്റ് ബോക്സിൽ ഒരു തംസപ്പ് ചിഹ്നവും ഇങ്ങനൊരു ചിഹ്നവും ഒരു തൊഴുന്ന ചിഹ്നവും ഇട്ടു. അത്രമാത്രമാണ് ഞാൻ ചെയ്തത്. ഈ വീഡിയോ ഞാൻ കണ്ടു എന്നുള്ള അർത്ഥത്തിൽ. ഇവിടെ അദ്ദേഹം പറഞ്ഞ കാര്യം ഗുജറാത്തിൽ നടന്ന സംഭവത്തെക്കുറിച്ചാണ്. ഗോദ്രയിൽ നടന്ന സംഭവത്തിൽ ഉത്തരവാദികൾ മുസ്ലിങ്ങൾ തന്നെയാണ് എന്നാണ് ജയശങ്കർ കുറിച്ചു വച്ചത്. അതേ ചുറ്റിപ്പറ്റിയിട്ടാണ് ഇപ്പോൾ വലിയ രൂപത്തിലുള്ള സൈബർ അറ്റാക്ക്. ഇതൊറ്റപ്പെട്ട സംഭവമല്ല, വിശദീകരിക്കാം. ഇന്നലെ രാത്രി വന്ന ഈ മെസ്സേജിൻ്റെ പുറകിൽ ആയിരക്കണക്കിന് മുസ്ലിം പിള്ളേരാണ് കമൻ്റ് ഇട്ടിട്ടുള്ളത്. ആയിൽ തന്നെ ഒരു 3, 4, 5% താഴെ മാത്രമാണ് മറ്റു മതങ്ങളിലെ നാമധാരികൾ കമൻ്റ് ഇട്ടവരായിട്ടുള്ളത്. ഇതിപ്പോൾ വലിയൊരു ട്രെൻഡായിട്ട് മാറിയിരിക്കുകയാണ്. ഈ സൈബർ ആക്രമണ മേഖലയിൽ ഈ PR വർക്ക് വലിയ ട്രെൻഡായിട്ട് മാറിയിരിക്കുകയാണ്. മദ്രസ വിദ്യാഭ്യാസം സിദ്ധിച്ചവരാണ് ഞങ്ങൾ. കടുത്തതായിട്ടുള്ളതോ സഭയിൽ കൊള്ളാത്തതായിട്ടുള്ളതുമായിട്ടുള്ള വാക്കുകൾ ഒരിക്കലും ഞങ്ങൾ ഉപയോഗിക്കില്ല.
എന്ന് പറയുന്ന സമൂഹത്തിൽ നിന്ന് വന്ന ആളുകളാണ് ഈ സൈബർ ആക്രമണ മേഖലയിലെ മുന്നണി പടയാളികൾ. ഇതിനെ നാടൻ ഭാഷയിൽ പച്ചത്തറി ഗുണ്ടായിസം എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് കാണിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതിലും അപ്പുറമാണ് ഇപ്പോൾ കാര്യങ്ങൾ. ഇന്നു മുതൽ ഈ സൈബർ ആക്രമണത്തിൻ്റെ ഇര ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ ആയിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല, രണ്ടഭിപ്രായം ഉണ്ടാവില്ല. അഡ്വക്കേറ്റ് ശ്രീ ജയശങ്കർ അല്ല, അതിലുമപ്പുറം സാക്ഷാൽ ഭഗവാൻ ശ്രീശങ്കരൻ വന്നാലും ഞങ്ങൾ ഈ പച്ചത്തറി ഗുണ്ടായിസം എടുക്കുമെന്ന നിലപാടാണ് ഇപ്പോൾ ഈ കമൻറ്റ് ബോക്സിൽ വന്ന് തീവ്രവാദി മുസ്ലിം പിള്ളേരുടെ അല്ലെങ്കിൽ തീവ്രവാദി മുസ്ലിം ഗ്രൂപ്പിൻ്റെ അനുയായികൾക്കുള്ളത്. ഹിന്ദു സമൂഹത്തിലെ നായർ വിഭാഗത്തിൻ്റെ അനിഷേധ്യ നേതാവായിട്ടുള്ള സുകുമാരൻ നായർ അവർകളെ, അതുപോലെ തന്നെ ഈഴവ സമൂഹത്തിൻ്റെ അനിഷേധ്യ നേതാവായിട്ടുള്ള ശ്രീ വെള്ളാപ്പള്ളിയെ കുറിച്ച് ഒക്കെ ഇതേ നിലവാരത്തിൽ തന്നെയുള്ള ഭയാനകമായിട്ടുള്ള ഗുണ്ടായിസമാണ് നടന്നത്, പച്ചത്തറി ഗുണ്ടായിസം. പലപ്പോഴും ഈ മുസ്ലിം തീവ്രവാദി പിള്ളേരുടെ ആക്രമണത്തിൽ കീഴ്പ്പെട്ടു പോയ നിരവധി മറ്റു മതവിഭാഗങ്ങളുടെ ആളുകളുണ്ട്. SNDP തന്നെയാണ് ഏറ്റവും വലിയ ഉദാഹരണം, പിന്നെ NSSും. ഇത്രയും വലിയ സൈബർ ആക്രമണം തങ്ങളുടെ നേതാക്കന്മാർക്കെതിരെ നടന്നിട്ടും ആ സമൂഹത്തിലെ അണികൾ മൗനം പാലിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. ലീഗ് ഭരിക്കും കേരളത്തിൽ, ലീഗ് പറയും നിയമങ്ങൾ എന്ന ആക്രോശത്തെ പ്രചോദനമാക്കിയിട്ടാണ് ഈ പ്രത്യേക മതവിഭാഗത്തിലെ ആളുകൾ, തീവ്രവാദി സ്വരൂപമുള്ള ആളുകൾ രണ്ടും കൽപ്പിച്ച് ആരെയും പേടിക്കാതെ സൈബർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഒരു കേന്ദ്രീകൃത വ്യവസ്ഥയിൽ നിന്നുള്ള സർക്കുലർ അനുസരിച്ചിട്ടാണ് ഇവർ ഇപ്രകാരം സൈബർ ആക്രമണം നടത്തുന്നത്. കമൻറ്റ് ബോക്സിൽ വന്ന് നിറയുന്ന അഭിപ്രായങ്ങളുടെ സ്വരൂപത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന് മറ്റൊന്നിനോട് വ്യത്യാസമില്ലാത്ത അഭിപ്രായങ്ങളാണ് വരുന്നത്. പലപ്പോഴും ഇത് ഹൈന്ദവരുടെ നെഞ്ചിൽ കയറിയിട്ടുള്ള നൃത്തമായിട്ട്, ചുടല നൃത്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ദൃശ്യശ്രാവ്യ മാധ്യമങ്ങൾ, സമൂഹ മാധ്യമങ്ങൾ അടക്കം ആരെയൊക്കെയോ പേടിച്ചിട്ടാണ് അഭിപ്രായം രേഖപ്പെടുത്തി കാണുന്നത്, അവിടെയും എവിടെയും തൊടിയിക്കാതെ. ഇന്നലെ ശ്രീ സുകുമാരൻ നായർ ആണെങ്കിൽ, പിന്നീട് വെള്ളാപ്പള്ളി ആണെങ്കിൽ, ഇന്നിപ്പോൾ താഴോട്ട് ഇറങ്ങി വന്ന് ശ്രീ ജയശങ്കർ ആണെങ്കിൽ, നാളെ അത് വായ തുറന്ന് അഭിപ്രായം പറയുന്ന ആർക്കെതിരെയുമായിരിക്കും ഈ സൈബർ ആക്രമണം. പ്രത്യേകിച്ച് ഹൈന്ദവ വിഭാഗത്തിൽ നിന്നുള്ളവർക്ക്, അതുപോലെ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ളവർക്ക്. കേരളത്തിൽ ഹൈന്ദവ ജനത ഇപ്പോൾ ഇരയുടെ ഭാവത്തിലാണ് നിൽക്കുന്നത്. വേട്ടയാടാൻ തീവ്ര സ്വഭാവമുള്ള മുസ്ലിം പിള്ളേരും അവരുടെ നേതാക്കന്മാരും, ക്രൈസ്തവ ജനതയും അതേ ഭാവത്തിലാണ് നിൽക്കുന്നത്. തീവ്രവാദത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും ഭൂമികയിൽ ചവിട്ടി നിന്നുകൊണ്ടാണ് മറ്റു മതവിഭാഗം ഇപ്പോൾ ഇങ്ങനെയുള്ള ഗുണ്ടായിസം, ഈ പറഞ്ഞ മതവിഭാഗം, തീവ്രതയുള്ള മുസ്ലിം മതവിഭാഗം ഈ ഗുണ്ടായിസം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വെറും 22 പേരുമായിട്ട് ഭരണത്തിൽ പങ്കാളികളായതിൻ്റെ പേരിൽ, അതിൻ്റെ മറവിൽ, അതിൻ്റെ തണലിലാണ് ഇവരിപ്പോൾ ഇങ്ങനെ പൂണ്ട് വിളയാടുന്നത്. ഇവരുടെ അട്ടഹാസം തുടങ്ങിയത് ഇലക്ഷൻ പ്രഖ്യാപിച്ച അന്ന് മുതൽക്കാണ്. തങ്ങൾക്കിഷ്ടമുള്ളവരെ, തങ്ങൾക്ക് പ്രിയമുള്ള കാര്യങ്ങൾ പറയുന്നവരെ മേലോട്ട് കയറ്റാൻ വേണ്ടി അവർ ഈ സൈബർ ആക്രമണം എന്ന PR വർക്ക് മാരകമായി നടത്തി, അതിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ വിജയത്തിൻ്റെ ഉൽപ്പന്നമാണ് ഇപ്പോഴിരിക്കുന്ന സതീശൻ കോയ സർക്കാർ. ഇപ്പോൾ ഇന്നലെ നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ CPMൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി ഗോവിന്ദ മാഷ് പറയുകയുണ്ടായി, ഞങ്ങൾ ചെയ്തു വെച്ച കാര്യങ്ങൾ ജനങ്ങളുടെ ഇടയിൽ എത്തിക്കാനും കഴിയാതെ പോയിട്ടുണ്ട് എന്ന്. അതായത്
ഇന്നത്തെ ട്രെൻഡാണ് പറയുന്നത്. PR വർക്കിൻ്റെ, സൈബർ വർക്കിൻ്റെ ശക്തിയെക്കുറിച്ചാണ് ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത്. ഈ തീവ്ര സ്വഭാവമുള്ള മുസ്ലിം ഗ്രൂപ്പുകളുടെ പ്രധാന ശത്രുക്കൾ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, പ്രത്യേകിച്ചും CPM ആണ്. അതോടൊപ്പം തന്നെ ശ്രീ ജയശങ്കർ വക്കീലിനെ പോലുള്ള ആളുകളെയും ഒരു വേട്ടയാടുകയാണ്. ഇവിടെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധേയമാണ്. PR വർക്കിൻ്റെയും സൈബർ ആക്രമണത്തിൻ്റെയും ആശാന്മാരായിട്ടുള്ള RSS, BJP എന്നിവർക്ക് നേരെ ഇവർ വലുതായിട്ടുള്ള മൃദു സമീപനം കാണിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഏതൊരു മുസ്ലിം വിഭാഗത്തിൻ്റെ നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്, ഈ VD സതീശൻ കോയ സർക്കാർ കയറിയ ശേഷം ഇന്ന് വരെ ക മുതൽ മാ വരെയുള്ള അക്ഷരങ്ങൾ ചേർത്തുകൊണ്ട് കമശിവ എന്ന് പറയും, ഇതുവരെ BJPയെ വിമർശിച്ചിട്ടില്ല. കാലത്ത് വന്നൊരു ന്യൂസാണത്. ഈ RSS BJP ഗ്രൂപ്പിനെതിരെ ഒരു കൊലവിളി നടത്താനുള്ള പ്രാപ്തിയില്ല എന്നറിയാവുന്നതുകൊണ്ട് ഈ കൂട്ടം ആളുകൾ, ലീഗ്, AP വിഭാഗം RSSൻ്റെ മുമ്പിൽ വാലു ചുരുട്ടി കാക്കൂട്ടിൽ തിരികെ നിൽക്കുന്നത് നമ്മൾ കണ്ടതാണല്ലോ. അത് സത്യത്തിലൊരു ഡീലിൻ്റെ ഭാഗമല്ല. ഭാരതത്തിൽ മുസ്ലിങ്ങൾ ആയോ ക്രൈസ്തവരായോ കമ്മ്യൂണിസ്റ്റുകാരുമായോ സമരസപ്പെട്ടു പോകുവാൻ ഒരു കാരണവശാലും VD സവർക്കറുടെ അനുയായികളായിട്ടുള്ള RSS അല്ലെങ്കിൽ BJPക്കാർക്ക് കഴിയില്ല തന്നെ. അതുപോലെ കഴിഞ്ഞ 10-15 വർഷങ്ങളായിട്ട് മുസ്ലിം സമൂഹവും ക്രൈസ്തവ സമൂഹവും സത്യത്തിൽ മോഡി പേടി, അതിൽ സംഘി പേടി എന്ന രീതിയിൽ ഒതുങ്ങിക്കൂടിയിരിക്കുകയാണ്. ദക്ഷിണേന്ത്യയിലുള്ള ചില സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ചും കേരളത്തിൽ മാത്രമാണ് ഈ സമൂഹങ്ങൾക്ക് അല്പസ്വല്പമെങ്കിലും ജീവനുള്ളത്. അവിടെ മാത്രമാണ് ഇവർ കിടന്ന് ദാരികൻ തുള്ളൽ നടത്തുന്നത്. സംഘപരിവാർ എല്ലാം നോക്കിക്കാണുന്നുണ്ട്. അവർ നിലം ഒരുങ്ങിക്കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്, വിത്തുകളിടാൻ വേണ്ടിയിട്ട്. ഇനിയും വിദൂരമായിട്ടുള്ള ഭാവിയിൽ കേരളത്തിൽ ബംഗാളിൽ സംഭവിച്ച പോലെ തന്നെ സംഭവിക്കും. വേദത്തിലൊരു കഥയുണ്ട്. ഒരു രാജാവിൻ്റെ ആസ്ഥാന ശുനകൻ, ആസ്ഥാന നായ, അത് വരുന്നത് വരെ ഒരു പട്ടിക്കൂട്ടങ്ങളുടെ അമ്മ പറയാണ്, ആ ശുനകൻ വരുന്നത് വരെ മക്കളെ നിങ്ങൾ കിട്ടിയതൊക്കെ ഏറ്റവും വേഗത്തിൽ അകത്താക്കിക്കോ എന്ന്. അതാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിന് ഇപ്പോൾ മുസ്ലിങ്ങൾക്കോ അവരുടെ പ്രസ്ഥാനങ്ങൾക്കോ ഒരു ശൂന്യ സ്ഥലവുമില്ല നിന്ന് പഴയ്ക്കാനായിട്ട്. ഇപ്പോൾ അവസാനത്തെ കച്ചിത്തുരുമ്പാണ് ഈ കേരളം. കൊച്ചു 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 കുഴികൾ കുത്തി അതിൽ അല്പസ്വല്പം വെള്ളം കാണുമ്പോൾ അർമാദിക്കുന്ന മുസ്ലിം സംഘടനകളോട് എനിക്ക് പറയാനുള്ളത്, ഒട്ടും വൈകാതെ വരുന്നുണ്ട് കേട്ടോ മഹാപ്രളയം. മഹാപ്രളയം ആരുടെ? RSSൻ്റെ, സംഘപരിവാർ എന്ന മഹാപ്രളയം. രസകരമായിട്ടുള്ളൊരു വസ്തുത, എത്ര വലിയ പ്രളയം വന്നാലും അതിൻ്റെ മേലെ ഒരു പൊങ്ങുപന്ത് പോലെ കിടക്കാൻ ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിന് കഴിയും. പക്ഷേ ആവശ്യമില്ലാതെ വെറുതെ വീർപ്പിച്ച് നടക്കുന്ന മുസ്ലിം സമൂഹം പ്രളയത്തിൽ അടിപ്പെട്ടു പോകും. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണിപ്പോൾ ബംഗാൾ. ഒരു കാര്യം ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ, സുകുമാരൻ നായർ വെള്ളാപ്പള്ളി മുതൽ ഇപ്പോൾ ശ്രീ ജയശങ്കർ വരെയുള്ള ആളുകൾക്ക് ഒരു സാരൂപ്യമുണ്ട്, സാമ്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇവരെല്ലാവരും ഹിന്ദുക്കളാണ്. മേൽപ്പറഞ്ഞ ആളുകളെ അറഞ്ചം പുറഞ്ചം അധിക്ഷേപിക്കുക വഴി, അപഹസിക്കുക വഴി നിങ്ങൾ മുസ്ലിം തീവ്ര സ്വഭാവമുള്ള മുസ്ലിങ്ങളെ ദ്രോഹിക്കുന്നത് ഹിന്ദുക്കളെയാണ് ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഹിന്ദുക്കളുള്ളിൽ നന്മ കാത്തു സൂക്ഷിക്കുന്നവരാണ്. ആയതുകൊണ്ടാണ് ഈ ഭാരതദേശത്തിൽ ഇന്നും മുസ്ലിങ്ങൾ അവശേഷിക്കുന്നത്. ഒരിക്കൽ വന്ന് കയറി ഇവിടെ എല്ലാ സ്ഥാനമാനങ്ങളും കൊടുത്തു, ധനം കൊടുത്തു, പെണ്ണിനെ കൊടുത്തു, അത് പടർന്ന് പന്തലിച്ചു. ഇതും കഴിഞ്ഞിട്ട് ഇന്ത്യ രണ്ടാക്കി വെട്ടിമുറിച്ചു. എന്നിട്ടും ബാക്കിയുള്ളവർക്ക് ഇപ്പോഴും ഇവിടെ സുരക്ഷിതത്വമുണ്ട്.
അതാണ് ഹിന്ദുവിൻ്റെ നന്മ. ആ ഹിന്ദുവിൻ്റെ നന്മ മരത്തിൻ്റെ കീഴിലാണ് ഇവർ ചൂടുവെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഹിന്ദുക്കൾ നന്മ കാത്തു സൂക്ഷിക്കുന്ന ഹിന്ദുക്കൾ അവർ ഒരിക്കൽ പോലും ആയുധമെടുത്ത് കാര്യം നേടുന്നവരല്ല. പക്ഷേ നിങ്ങളിപ്പോൾ അവർക്ക് ആയുധമെടുക്കാനുള്ള മനോബലമാണ് നൽകുന്നത്. ഇന്ത്യയിലുള്ള ഒരു രാജാക്കന്മാരും അഥവാ ഭാരതത്തിലുള്ള ആരും പുറത്തു പോയിട്ട് അധിനിവേശം നടത്തിയവരല്ല. അതേ സമയത്ത് ക്രൈസ്തവരാകട്ടെ മുസ്ലിങ്ങളാകട്ടെ ഇന്ത്യയിൽ വന്ന് അധിനിവേശം നടത്തിയവരാണ്. ആ ചരിത്രമേ ഉള്ളൂ. ഏതൊരു രാജവംശമാണെങ്കിലും. ഏതായാലും നന്മ കാത്തു സൂക്ഷിക്കുന്ന ഹിന്ദുക്കൾ അവരൊരിക്കലും ആയുധമെടുക്കുന്നവരല്ലെന്ന് പറഞ്ഞു. പക്ഷേ നിങ്ങളിപ്പോൾ അവർക്ക് ആയുധമെടുക്കാനുള്ള മനോബലമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ആയുധമെടുക്കാനുള്ള മനോബലമാണ് നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ബംഗാളിലുള്ള ഹിന്ദുക്കൾ ഒരിക്കലും ഹിന്ദുത്വവാദികളായിരുന്നില്ല. അവർ പണ്ട് കോൺഗ്രസ്സുകാരായിരുന്നു. അവിടെ സിദ്ധാർത്ഥ ശങ്കറയോ മറ്റോ ആയിരുന്നു അവിടെ. പിന്നീട് 10-30 വർഷം അവിടെ ഭരിച്ചത് കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. അപ്പോഴും ഹിന്ദുത്വവാദികൾക്ക് അവിടെ ഇടമുണ്ടായിരുന്നില്ല. അതിനുശേഷം കയറി വന്നത് മമതാ ബാനർജി. അപ്പോഴും ബംഗാളിൽ ഒരു സംഘപരിവാർ സുനാമി ആരും വെറുതെയെങ്കിലും മനസ്സുകൊണ്ട് പോലും രൂപപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ബംഗാളികളെ ഒന്നടങ്കം ഹിന്ദുത്വവാദികളാക്കി മാറ്റിയതിന് അവിടെയുള്ള മുസ്ലിം സമൂഹത്തിനും അവരുടെ നേതാവിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ബാബറി മസ്ജിദ് പ്രോഗ്രാമിനും വലിയ പങ്കാണുള്ളത്. ഇപ്പോൾ ബംഗാളിൻ്റെ അതേ വഴിയിലാണ് കേരളത്തിൻ്റെയും ഗമനം. ഹിന്ദുത്വവാദം മനസ്സിലേക്ക് ആവാഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെയുള്ള ഹിന്ദുക്കൾ. ഗുജറാത്തിലും ഗോദ്രയിലും അഗ്നി പടർത്തിയത് മറ്റാരുമല്ല, അവിടുത്തെ മുസ്ലിങ്ങളാണ്. അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെ ഇന്നത്തെ പ്രസ്താവന ഇനി അദ്ദേഹത്തെ ഏത് കുംഭീഭാഗ നരകത്തിലിട്ട് വറക്കാനാണോ ഇവിടുത്തെ തീവ്ര സ്വഭാവമുള്ള മുസ്ലിം പിള്ളേർ അറിയില്ല. കണ്ടു കാണാം. നമസ്കാരം.